ചിത്രത്തിലെ താഴത്തെയും മുകളിലെയും വരകൾ സമാന്തരമാണ്. ഈ വരയും ഈ വരയും സമാന്തരമാണ്. താഴത്തെ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണും മുകളിലത്തെ ത്രികോണത്തിലെ എല്ലാ കോണും കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോണം, താഴത്തെ ത്രികോണത്തിൽ ഒരു കോണം 35 ഡിഗ്രിയാണ്, ഒരു കോണം 45ആണ്. അപ്പോൾ ഈ സമാന്തര വര ആയതുകൊണ്ട് ഈ സമാന്തര വരയിലൂടെ കടന്നു പോകുന്ന ചെരിഞ്ഞ വരയാണിത്. അപ്പോൾ ഇത് 35 ഇതും 35. അപ്പോൾ ഇത് 45 ഈ ഒരു കോണം 45 ആയിരിക്കും ഈ ത്രികോണത്തിലെ. അപ്പോൾ ഈ കോണ് ബാക്കി ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 150 ആയതുകൊണ്ട് 35 45 കൂട്ടുക 80 കിട്ടും. 180 80 കുറച്ചാൽ 100 ഡിഗ്രി ആയിരിക്കും മറ്റേ കോണ്. ഓക്കെ. ഇനി അടുത്ത് ചിത്രത്തിൽ വലിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾക്ക് സമാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ത്രികോണത്തിൻ്റെ മറ്റ് 2 കോണുകളും ചെറിയ ത്രികോണത്തിൻ്റെ 3 കോണുകളും കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 60 1 70 ആണ്. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 150 ആയതുകൊണ്ട് 60 70 കൂട്ടിയാൽ 130. 150 130 മൈനസ് ചെയ്യുമ്പോൾ 50 ആയിരിക്കും ഈ കോണ്. അപ്പോൾ ഈ വരയും സമാന്തരമാണ് എന്ന് പറഞ്ഞു. അതിലൂടെ കടന്നു പോകുന്ന ചെരിഞ്ഞ വരയാണിത് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ 70 ആയതുകൊണ്ട് ഈ കോണ് 70 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇതും സമാന്തരമാണ്. അപ്പോൾ ഇത് 50 ആകുമ്പോൾ ഇതും എന്താണ് 50 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കോണ് വരിക. ഇത് 50 70 50 70 60. ഓക്കെ. ഇനി അടുത്ത ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ത്രികോണത്തിലെ കോണ് കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ സാമാന്തരികമാകുമ്പം ഇവിടെ കോണ് തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, ഒരു പുറമേയുള്ള കോണ്. ഇവിടെ 30 ഡിഗ്രി. ഈ ഒരു ഭാഗം 110 തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ 150 110 മൈനസ് ചെയ്യാം. 150 110 മൈനസ് ചെയ്യുമ്പോൾ 70 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ഒരു അളവ് 70 ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണം എന്താണ് 70 ഡിഗ്രിയാണ് വരിക. അപ്പോൾ എന്താ 70 ഡിഗ്രി ആകുമ്പോൾ 70 30 മൈനസ് ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്തെ കോണം 30 അല്ലേ. അപ്പോൾ എത്രയാണ് 40 ഡിഗ്രി. അപ്പോൾ ഈ ഒരു കോണം ഇപ്പോൾ 40 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ 110 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 60 തന്നിട്ടുണ്ട്. 110 60 മൈനസ് ചെയ്യുക 50. അപ്പോൾ ഈ ഒരു കോണ് 50 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 150 ആയതുകൊണ്ട് 40 50 90. അപ്പോൾ 150 90 മൈനസ് ചെയ്താൽ 90 ഡിഗ്രി. ഈ ഒരു കോണം 90 ഡിഗ്രി. ഓക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും.